ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഹൽവിയത്തോളം ദൈവം കൊണ്ടുവന്നു. മോള് ദൈവത്തിന് മൂത്ത മോള് സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമായാൽ ഇന്ന് നാളെ ഈ ഞായറാഴ്ച സ്നാനപ്പെടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചർച്ച ഒരു മരിപ്പുണ്ടായി, അതുകൊണ്ട് അത് മാറ്റിവെച്ചു. ദൈവത്തിന് സ്തോത്രം. ഫെബ്രുവരി 1 നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിൻ്റെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജന്മം മുതലേ ശത്രു അതിൻ്റെ ആയുസിനോട് പോരാടി. എന്നാൽ സ്നാനജലത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ അഭിഷേകം പതിൽ പകരുവാൻ, അഭിഷേകത്തിന്റെ പുഷ്ടി ആ സകല നിവൃത്തിയും നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനു വേണ്ടി പലരും ദൂത് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ പ്രസിദ്ധിയാവും. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ഉയർത്തുവാൻ അവളെ ഒരു ഉപകരണമാക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം സ്നാനം കഴിഞ്ഞ് അവളൊരു അവരുടെ ജീവിതത്തിൽ ഒരു വരുത്തിലുമാകുവാൻ, ദൈവത്തിന് സ്തോത്രം. ഭാവി കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ, കർത്താവിനെ ഉയർത്തുവാൻ ഒരു മാനപാത്രമായി തീരേണ്ടെന്ന് നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിക്കും. ഞാൻ കർത്താവദാസനോട് ഇന്നലെ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചയിലൊരു പിതാവ് മരിച്ചു. അതിൻ്റെ ഫോണിൽ സർവീസ് രാവിലെ നടക്കുകയാണ്. ഞാൻ ഈ വചനസൂക്ഷ കഴിഞ്ഞ ഉടനെ ഞാൻ കടന്നുപോകും. കർത്താവദാസനോട് പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഇത്രത്തോളം ഞങ്ങളെ നിലനിർത്തി. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന അടിയങ്ങൾക്ക് തലമുറകൾക്കും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിന് സ്തോത്രം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വാക്യങ്ങൾ വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം. അവന്റെ അമിത ബലത്തിലും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗ്ഗങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും വായിക്കുന്നതും വായിച്ചു കേട്ടിട്ടുള്ളതും അനേക ദൈവത്തിന് സ്തോത്രം ദൂതുകൾ ഇത് കേട്ടിട്ടുള്ളൂ. എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 2026 ആരംഭത്തിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് കടന്നു വന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ വർഷക്കാലം ദൈവം നമ്മൾ നടത്തി. ദൈവത്തിന് സ്തോത്രം. പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും രോഗങ്ങളും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന രോഗവും ഹല്ലേലൂയ ദുഃഖവും അതിൻ്റെ ഒരു അംശം പോലും ഏശാത്തവർ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവം നമ്മളെ നിലനിർത്തി. ദൈവത്തിന് നമ്മുടെ കഴിവൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ താങ്ങി ദൈവത്വത്തോളം കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യ ജീവിതം പ്രശ്ന സങ്കീർണമായ ജീവിതമാണ്. പോരാട്ടങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് 2025 26 നമുക്ക് കൂടിയെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങൾ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദുർദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വേദനകൾ, കഷ്ടതകൾ, രോഗങ്ങൾ, വേർപാടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെയൊക്കെയും നാം നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ശത്രു നമ്മളെക്കാൾ ബലവാനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പോരാട്ടം നമ്മുടെ സമശിഷ്ടങ്ങളോടല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വാഴ്ചകളോടാ, അധികാരങ്ങളോടാ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ അധിപതികളോടാ, ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മസ്നേഹികൾ. അത് നാം ഓർക്കണം. ഹല്ലേലൂയ. നമ്മുടെ സമശിഷ്ടങ്ങളല്ല നമ്മുടെ ശത്രു. നമ്മേക്കാൾ ശക്തനാണ് നമ്മുടെ ശത്രു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ സാധ്യമാകത്തില്ല. അതിനായി കർത്താവിൽ നിന്ന് നാം ശക്തി പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല കർത്താവിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം ദൈനംദിനം ശക്തിപ്പെടണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. എങ്കിലേ നമുക്ക് ഈ ദുഷ്ടലോകത്തിൽ ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ, ഉറച്ചു നിൽപ്പാൻ കഴിയത്തുള്ളൂ എന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന് ഇപ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം. അവന്റെ കർത്താവിനെ നമ്മളെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ
കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാക്കുവാൻ ദൈവം അധികാരം കൊടുത്ത് കാലാകാലങ്ങളായി നാം അങ്ങനെ പ്രാപിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ സ്വന്തം രക്ഷിതാവായി നാം കർത്താവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൽപ്പനയായ സ്നാനം ഹല്ലേലൂയ നാം ഏറ്റു. ദൈവത്തിന് സ്തോത്രം. സ്നാനത്തിന് നാം പങ്കാളികളായി തീർന്നു. അല്ലെ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനോട് കൂടെ നാം മരിക്കപ്പെട്ടവരാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ മഹിമയിൽ ജീവിച്ച് എഴുന്നേൽക്കുന്നവരാ. ജീവന്റെ പുതുക്കത്തിൽ ദൈവ കൽപ്പന പ്രകാരം നാം നടക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പകരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ അവകാശമാ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ നാം വായിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതേ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ നമ്മളിൽ തരുന്നത് ദൈവത്തിന് സ്തോത്രം പുത്രത്വം പ്രാപിക്കാന്. ഹല്ലേലൂയ. അതേ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യപടിയാ. അതിൽ നാം വളർച്ച പ്രാപിക്കണം, നാം പൗരത്വം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകപരമായിട്ടും അങ്ങനെയാ. ദൈവത്തിന് സ്തോത്രം. ശിശുവായിരുന്നാൽ അവകാശങ്ങൾ ലഭിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, പൗരനായി തീർന്നല്ലേ അതേ ദൈവത്തിന് സ്തോത്രം അവകാശം പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. ലഭിച്ച ആത്മീയ കൃപയിൽ നാം വളർച്ച പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. അതെ, ഗലാത്യലേഖനം 4:1 പറയുന്ന അവകാശ സർവത്തിനും ജയമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ചോളം യേശവന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവനായത്രയെന്ന് ഞാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അവകാശം പ്രാപിച്ചവരാ, നാം അധികാരം ലഭിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശിശുവായിരുന്നാൽ നാം ദാസന്മാരാ. ദൈവത്തിന് സ്തോത്രം. അലിയ. ദൈവത്തിന് സ്തോത്രം. നാം പൗരന്മാരായി തീർന്നുവെങ്കിൽ മാത്രമേ അവകാശത്തിന് നാം അവകാശിയായി തീരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിനായി നാം ആത്മീയമായ വളർച്ച പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. പഴക്കം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ലഭിക്കുന്നതില്ല ആത്മീയ വളർച്ച. അത് നാം പ്രാപിച്ചെടുക്കേണ്ടതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10-ാം 3 മുതൽ 5 വാക്യങ്ങളെ പ്രകാരം വായിക്കുന്നു. 2 കൊരിന്ത്യർ 10-ാം 3 മുതൽ 5 വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവം പറയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവമക്കളാ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പിശാചിന്റെ അടിമത്തത്തിലുള്ള ഭൂമിയിൽ, ഈ ഭൂമിയിൽ നിന്ന് നാം എടുത്ത മണ്ണുകൊണ്ട് മണിഞ്ഞ ശരീരത്തിൽ നടക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ശത്രുവിനോട് നമ്മുടെ ജഡത്തിൽ നമ്മുടെ ബുദ്ധിയിൽ ഹല്ലേലൂയ പോരാടിയാൽ നാം പരാജയപ്പെട്ടു പോകും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ നമ്മുടെ ജഡീയങ്ങളാകരുത്, ജഡത്തിന്റെ നിന്ന് ഉയരുന്നതാകരുത്. ശത്രുവിന്റെ കോട്ടകളെ ഇടിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി നാം പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശത്രു നമ്മിൽ കൊണ്ടുവരുന്ന ദൈവികമല്ലാത്ത സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നമ്മിൽ ശത്രു ഉയർത്തുന്ന എല്ലാ ഉന്നത ഭാവങ്ങളെയും ഇല്ലാതാക്കി നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ വികാരങ്ങളെ യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ദൈവ വചനപ്രകാരം നമ്മെ വിനയപ്പെടുത്തണമെങ്കിൽ, വിധേയപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന് സ്തോത്രം ശക്തി പ്രാപിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. അഥവാ കർത്താവിലും അവന്റെ അമിതബലവും നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈനംദിനം നാം നിറയപ്പെട്ടെങ്കിലേ ദൈവത്തിന് സ്തോത്രം ശത്രുവിനോട് നമുക്ക് എതിർത്ത് നിൽപ്പാൻ സാധ്യമാകത്തുള്ളൂ. യെശയ്യാപ്രവചനം 10-ാം 47 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പുഷ്ടി അലിയ ശത്രുവിന്റെ സകല നിവൃത്തിയും. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ശത്രു നമ്മുടെ ആരോഗ്യത്തിനെതിരെ, ആയുസ്സിനെതിരെ, ബുദ്ധിക്കെതിരെ, പരിജ്ഞാനത്തിനെതിരെ, നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കെതിരെ ദൈവത്തിന് സ്തോത്രം അലിയ വെക്കുന്ന സകലം മുഖങ്ങളും തകരപ്പെടണമെങ്കിൽ നാം അഭിഷേകത്തിൽ ശക്തരാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു പുഷ്ടി, ഒരു കവിഞ്ഞൊഴുക്ക്
ഹല്ലേലൂയ നമ്മിൽ ഉണ്ടാകണം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം നാം സാധാരണ വിശ്വാസികളല്ല, നാം അസാധാരണ വിശ്വാസിയായി മാറും. നമ്മുടെ പാട്ടിന്, പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക് വ്യത്യാസം വരും. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ, നമ്മുടെ ഭവനത്തിൽ നാം കൂടുന്ന നമ്മുടെ കൂടിവരവുകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടാൽ അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസ് 1 അധ്യായത്തിന്റെ അല്ലിയ 3-ാം വാക്യം പ്രകാരം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിപത്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ദൈവം നമ്മെ തന്റെ മുന്നറിയിപ്രകാരം വിളിച്ചതിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവില്ലാത്ത മഹാപ്രതിഫലം കർത്താവിന്റെ മേഘപ്രത്യക്ഷയിൽ തന്ന് നമ്മെ മാനിക്കുവാനാണ്. നമ്മുടെ മാന്യതയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ തേജസ്സിനും കാരണമാകെ തീരത്തക്ക നിലയിൽ നമ്മെ മാനിക്കേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ഇവിടെ പത്രോസ് പറയും നമ്മെ വിളിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിശ്വാസവും അറിവും നമ്മിലുള്ള ദൈവത്തിന് സ്തോത്രം ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തെക്കുറിച്ചുള്ള ദാഹവും നമ്മളെ തന്ന ദൈവത്തെങ്കിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല നമ്മിൽ പാപബോധം വരുത്തി പാപക്ഷമയ്ക്കായി യേശുക്രിസ്തുവിലേക്ക് നമ്മളെ കൊണ്ടുവന്നതും അതേ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പാപം ക്ഷമിച്ചുവെന്നും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം നാം ദൈവമക്കളാണെന്ന് നമുക്ക് ഉറപ്പ് തരുന്നത് പരിശുദ്ധാത്മാവാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാലാകാലങ്ങളായി ദൈവം നമ്മെ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളാക്കി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആകിയാൽ സ്നാനപ്പെട്ട് ദൈവമക്കളായി തീർന്ന് നമ്മൾ ഏവരിലും പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വന്ന സ്നാനപ്പെട്ട ദൈവകൽപ്പന അനുസരിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന പുത്രന്മാരാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം അവകാശിയായി തീരണമെങ്കിൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു നാം പൗരന്മാരായി തീരണം. ദൈവത്തിന് സ്തോത്രം. പുത്രൻ കെട്ടി നാം ദൈവമക്കളാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം സ്വർഗീയ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായി തീരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം നാം സ്വർഗീയ പൗരന്മാരായി തീരണം. അതിന് നാം വളർച്ച പ്രാപിക്കണം. അതാ നാം മുമ്പ് വായിച്ചു 4:1 നാം ദൈവത്തിന് സ്തോത്രം സകലത്തിനും അവകാശിയാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ശിശുവായിരുന്നാൽ നാം ദാസന്മാരാ. അപേക്ഷിക്കേണ്ടതായി വരും. പുത്രൻ അവകാശിയായാലോ നാം അധികാരത്തോടെ സംസാരിപ്പാൻ അതിന്റെ അവകാശങ്ങൾ പിടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രത്തെ യാബോക്കിന്റെ കടുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി അവകാശം പ്രാപിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധിയിൽ അധികാരത്തോടെ കടന്നു വന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ ആവശ്യങ്ങൾ അറിയിപ്പാനും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നമ്മുടെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കണപടിയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ആകിയാൽ ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് അതിയൊരു വളർച്ച ഒരു നിറവ് നമ്മിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. അത് പുതുവർഷത്തിൽ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നാം അതിരുവെക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആത്മനിറവിനായി നാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യസ്ഥന. ആ കാര്യസ്ഥയ്ക്ക് നാം വിട്ടുകൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അത് ഇത്രത്തോളം മതി, ഇത് മതി എന്ന് നാം നിൽക്കരുത്. ദൈവഹിതത്തിനായി നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവഹിതത്തിനായി ദൈവം നമ്മെ ഒരുക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയുടെ ദൈവത്തിന് സ്തോത്രം നിഴലാണ് എസ്കേൽ പ്രയാണം. ദൈവത്തിന് 47-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വാക്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്
ആത്മീയ വളർച്ച ഒരു പടിയായിട്ടല്ല, ഒരു ദിവസം നമുക്ക് കിട്ടുന്നതല്ല. അത് ദൈവത്തിന് സ്തോത്രം. അത് യെഹെസ്കേൽ പ്രവാചകന് ദൂതൻ അളന്നു കൊടുത്തതിന് 4 പടിയായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ലഭിക്കുന്നതല്ല ആത്മീയ വളർച്ച. അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തി കൊടുത്ത് പ്രാപിക്കേണ്ടത്. അവിടെ നാം വായിക്കുന്നത് ആദ്യം ദൂതൻ അളന്നു കൊടുത്തത് 1000 മുഴമാണ്. അത് 3 മുതൽ 5 വാക്യങ്ങൾ വായിക്കാം. അത് എസ്കേൽ 47 3 മുതൽ 5 വാക്യങ്ങൾ. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളുമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം മുട്ടോളുമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി, വെള്ളം അരയോളുമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് കാണുന്നു 4 പടിയായിട്ട് അളന്നു കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം ദേവാലയത്തിന്റെ ഉമ്മരിപ്പടിയുടെ കീഴിൽ നിന്നൊഴുകുന്ന നദി. ആ നദിയില് ആദ്യമേ ദൈവത്തിന് ദൂതൻ 1000 മുഴം അളന്ന് മുന്നമേ നടന്നു. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടത്തിലെ ശ്രേഷ്ഠ പ്രവാചകനായ യെഹെസ്കേൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അളന്നു കൊടുത്തത് പൂർത്തീകരിച്ചപ്പോഴാ അടുത്ത പടി അളന്നു കൊടുത്തത്. കാലാകാലങ്ങളായി ദൈവം നമുക്ക് നൽകി തരുന്ന ആത്മീയമായ താലന്തുകൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അത് ദൈവഹിത പ്രകാരം അതിൽ നാം പൂർണ്ണരാകുമ്പോഴാ അടുത്ത പടി നമുക്ക് ലഭിക്കാൻ തക്ക പടിയായി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആദ്യ പടി 1000 മുഴം അളന്നു. അത് യെഹെസ്കേൽ നോക്കി നിര്യാണിയോളം വെള്ളമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നാം വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം നിര്യാണി വെള്ളത്തിൽ നടക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം. നിര്യാണി വെള്ളത്തിൽ നമുക്ക് ഒരുവിധം സ്പീഡിൽ നടക്കാം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഒരു നിയന്ത്രണമുണ്ട്. നാം കരയിൽ നടക്കുന്നത് പോലെ വെള്ളത്തിൽ നടക്കുവാൻ സാധ്യമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതായത് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പാദങ്ങൾക്ക് ക്രമീകരണമുണ്ടാവും, നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് അതെ നിയന്ത്രണമുണ്ടാവും. നാം ദൈവഹിതപ്രദായം അത് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിന് വിധേയപ്പെടുവാൻ തക്കമടിയായിത്തീരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് സാധ്യമാകത്തില്ല. മറ്റുള്ളവർ നടക്കുന്ന വഴികൾ നമ്മൾ നടക്കുവാൻ സാധ്യമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു നിയന്ത്രണത്തിന്റെ ആദ്യപടിയാണ് 1000 മുഴം ആദ്യം നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1-ാം സങ്കീർത്തനം വായിക്കുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിലെടുത്ത് നട്ടിരിക്കുന്നതും തക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ. പരിശുദ്ധാത്മാവിൽ നദിയിൽ നടനപ്പെടണമെങ്കിൽ, നട്ടിരിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അതെ നട്ടിരിക്കുന്ന വലിയ തക്കകാലത്ത് സമയാസമയങ്ങളിൽ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം നാം വലിയ തിരുവചനം സന്തോഷത്തോടെ പഠിക്കുന്നവരായിരിക്കണം. അത് ഹൃദയത്തിൽ സംസ്കരിക്കുന്നവരായിരിക്കണം. അത് നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകിൽ എഴുതി വെക്കണം. എഴുതി വെച്ചാൽ നടക്കേണ്ട വഴി, ഇരിക്കേണ്ട സ്ഥലം, ദൈവത്തിന് സ്തോത്രം ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതേ നമുക്ക് പരിശുദ്ധാത്മാവുക്ക് നൽകിത്തരും. അതും പ്രകാരം ജീവിച്ചാൽ ദൈവത്തിന് സ്തോത്രം ആത്മീയമായ ഒരു നിയന്ത്രണം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കമടിയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളിൽ പകർന്നു നൽകിയിരിക്കുന്നത് തന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം, സത്യത്തിനും നീതിയിലും വഴി നടത്തുവാൻ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം ഉണ്ടാവും. വീണ്ടും പറയുന്നു, വീണ്ടും 1000 മുഴം അളന്നു. ദൈവത്തിന് സ്തോത്രം. അത് മുട്ടോളമായി 1000 മുഴം പൂർത്തീകരിച്ചത് നടന്നു തീർത്തപ്പോഴാണ് ദൂതൻ വീണ്ടും 1000 മുഴം അളന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ആത്മീയമായ താലന്തുകളെ അതിൽ നാം പൂർണ്ണരായി തീരുമ്പോൾ അടുത്ത പടി ദൈവം അളന്നു തരും. അളന്നു നോക്കി മുട്ടോളം വെള്ളമായി. ഹല്ലേലൂയ. മുട്ടോളം വെള്ളത്തിൽ നടക്കുന്നതിന് തുല്യമാണ് 2ാമത്തെ പടി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ കൂടെ നിയന്ത്രണമായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിന് കൂടുതൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവസന്നിധിയിൽ മുട്ടുമുടക്കുവാൻ, ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന് സ്തോത്രം ഏതു സമയത്തും കൃപാസനത്തോടും കടന്നു നമ്മുടെ ആവശ്യങ്ങൾ അറിയിപ്പാൻ ഒരു അധികാരം, ഒരു അവകാശം നാം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അത് നാം ലഭിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ദൈവീ അനുഗ്രഹങ്ങൾ നമുക്ക് കൂടുതൽ പ്രാപിപ്പാൻ തക്കൊണ്ടയായി തരും. വീണ്ടും 1000 മുഴം കൊണ്ട് അളന്നു. അത് 1000 പൂർത്തീകരിച്ചപ്പോൾ വീണ്ടും 1000 മുഴം അളന്നു. അരിയോളം വെള്ളമായി. ദൈവത്തിന് സ്തോത്രം. അരിയോളം വെള്ളത്തിൽ നടക്കുമ്പോൾ നമുക്കറിയാം നിയന്ത്രണം കൂടുതൽ നാം നിയന്ത്രിക്കപ്പെടണം. അത് പരിശുദ്ധാത്മാവിനാൽ ദൈവഹിതത്തിന് ദൈവവചനത്തിന് കൂടുതൽ നാം നിയന്ത്രിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഏൽപ്പിച്ചു കൊടുക്കും പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവ് നമ്മുടെ നിയന്ത്രണം
കൂടുതൽ ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. പൈസോർ ഹല്ലേലൂയ. അത് പൂർത്തീകരിച്ചപ്പോൾ വീണ്ടും 1000 മുഴം മുഴ അളന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീന്തിത്തുടി. കാരണം നീന്തണമെങ്കിൽ കാല് അടിയിൽ നിന്ന് ഉയർത്തണം. ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഭൂമിയുമായിട്ടുള്ള ബന്ധം വിടണം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ വിചാരങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. നാം ആരാണെന്ന് ബോധ്യപ്പെടും. നാം ദൈവത്തിന്റെ മക്കളാണ്, സ്വർഗീയ പൗരന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. അതേ നമ്മളുള്ള ആരാധനയ്ക്കും അനുഗ്രഹത്തിനും ആത്മീയ അഭൂതിക്കും ഒരു ശത്രു വെച്ച് സകല മുഖങ്ങളും തകരും. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യത്തോടെ നീന്തുവാൻ കൊടിയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് നാം കൃപകളും കൃപാവരങ്ങളും പ്രാപിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരുടെ സൗഖ്യത്തിന് കാരണമായി തീരും. അനേകര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തടയാത്തീരും. ദൈവത്തിന് സ്തോത്രം. ആത്മീയ വളർച്ചയുടെ പൂർണ്ണതയിൽ നാം എത്തിച്ചേരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. നാം അത് നമ്മുടെ സന്തോഷത്തിന്റെ അതിര് നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. നമ്മുടെ വിശ്വാസം കൂടും, നമ്മുടെ പ്രത്യാശ കൂടും. ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആത്മീയ സന്തോഷം അനുഭവിപ്പാൻ തക്കവടിയായിത്തീരും. നാം ദൈവത്തിന് പ്രാപ്തന്മാരായി തീരുവാൻ തക്കവടിയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്നും കൂടിച്ച് സംതൃപ്തി പ്രാപിച്ചാൽ പിന്നെ നമ്മിൽ നിന്നും അനുഗ്രഹത്തിന്റെ ആത്മനിറവിന്റെ കൃപയുടെ കൃപാവരത്തിന്റെ നീർച്ചാലുകൾ മറ്റുള്ളവരിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. നാം നിരന്തരമായി പരിശുദ്ധാത്മാവിന്റെ നദിയിൽ നിന്ന് കുടിച്ചുകൊണ്ട് ഇരുന്നെങ്കിലേ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. ജീവജല നദി നിരന്തരമായി നമ്മിൽ നിന്ന് ഒഴുകണമെങ്കിൽ നാം ഒരു ബാറ്ററിയിൽ കറണ്ട് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ആകരുത്. ദൈവത്തിന് സ്തോത്രം. വൈദ്യുത നിലയത്തിൽ നിന്നും വൈദ്യുത കമ്പുകളിൽ കൂടെ ആവശ്യക്കാരന് ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. ആവശ്യത്തിനനുസരിച്ച് വൈദ്യുതി പകരുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. അതവർക്ക് അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. വിടുതലിന് കാരണമായി തീരുവാൻ തക്കവടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. പൈസോർ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം. പൈസോർ. 13 മുതൽ 16 വാക്യങ്ങൾ കർത്താവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-16 വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പൈസോടെ വാക്കുകളെ ചുരുക്കുക. ദൈവത്തിന് സ്തോത്രം. പൈസോ. ഹല്ലേലൂയ. നാം ആത്മനിറവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മൾ ആത്മനിറവ് തരുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൈസോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന്റെ ഉപയോഗം എന്താണ്? മറ്റുള്ളവർക്ക് രസം കൊടുക്കുക, മറ്റുള്ളവർക്ക് കേടുകളായിരിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം പകരുക. ദൈവത്തിന് സ്തോത്രം. പൈസോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദേശത്ത് ദൈവം നമ്മെ ആത്മനിറവിലാക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം പകരാനാ, മറ്റുള്ളവരുടെ കേടയറ്റാനാ. ദൈവത്തിന് സ്തോത്രം. പൈസോ. രണ്ടാമത് പറയുന്നു, നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണമാ. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ലായ്മ നമ്മെ ഇത്രത്തോളം ഉയർത്തിയത് അത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നന്മകൾ ദൈനംദിനം അനുഭവിക്കുമ്പോൾ നമ്മെ കൊണ്ടുവന്ന വഴി മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നാം ആരായിരുന്നു, നാം ആരായിപ്പോ ഇരിക്കുന്നു, നാം ആരാകണം, ഇത് മൂന്ന് നാം ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ നിന്ദിച്ചോടെയും പരിഹസിച്ചുടെയും മധ്യ സ്വർഗം നമ്മുടെ തലമുറകളെ മാനിച്ചു. ഈ ദേശത്ത് കൊണ്ടുവന്നു. ദൈവം നമ്മെ ഉയർത്തി വെച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കാലാകാലനായി പരിശുദ്ധാത്മാവിനെ അതിന്റെ അഗ്നി നമ്മിൽ പകർന്നു. ദൈവത്തിന് സ്തോത്രം. അത് മൂടി വെക്കുവാനല്ലാതെ നാം കത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മിൽ പകരപ്പെട്ട അഗ്നി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നാം കത്തി എരിഞ്ഞു തീരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ കൃപകളും കൃപാവരങ്ങളും തരുന്നത്
ചെയ്യുന്നത് നമ്മുടെ ഉയർച്ചയ്ക്കല്ല, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രമാക്കിയാൽ അലുയ നമ്മുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ട് ഈ വലിയവനായത്തെ കണ്ടുമുട്ടുവാൻ ഇടയായി തീരണം. അതിനായി 2026 നമുക്ക് ഒരുങ്ങാം. ഒരു പുതിയ അഭിഷേകം പ്രാപിക്കാം, പുതിയ കുറവുകൾ പ്രാപിക്കാം. ശത്രു പ്രബലനാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞാൾ ഉപരിയായി പുതിയ ദൈവത്തിന് സ്തോത്രം ആയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതിന്മേൽ ജയമെടുക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഈ നാളിൽ ഒരു പുതിയ അഭിഷേകം പ്രാപിക്കാം, പുതിയ കൃപകൾ ഏറ്റെടുക്കാം. ദൈവത്തിന് സ്തോത്രം. നാം മറ്റുള്ളവർക്ക് സമാധാനമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് കയറ്റുന്നവരായി ദൈവത്തിന് സ്തോത്രം, മറ്റുള്ളവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നവരായി തീരത്തക്ക നിലയിൽ പുതിയൊരു അഭിഷേകം പുതുവർഷത്തിൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദൈവത്തിന് സ്തോത്രം വർത്തമാന പത്രങ്ങളായി ശോഭിക്കാം. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് തലമുറകൾക്കും കുടുംബങ്ങളായി അനുഗ്രഹമായിരുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.